ഇപ്പോഴും പ്രണയമുണ്ടോ ഉള്ളിൽ? പ്രണയം ഉള്ളിൽ ഉണ്ട്. പ്രണയാത്മകമായിട്ട് ഇരിക്കുന്ന ഒരു ആത്മാവും ആ മനസ്സും ഒക്കെയാണ്. ആ. പിന്നെ ഞാൻ മറ്റേ റീൽസ് കാണാറുണ്ട്, തമിഴ് സോങ്സ് ഒക്കെ അപ്പൊ ഇട്ടിട്ട്. നമുക്ക് അതിനകത്ത് കാണുമ്പോ ഒരു ആ ഈ ഈ കുട്ടി എന്ന് പറയാൻ പറ്റില്ല, ഈ സ്ത്രീക്ക് ഇപ്പോഴും പ്രണയമാണോ, പ്രണയം കണ്ണുകൾ, അത് ധാരാളം പേര് പറയാറുണ്ട്. കണ്ണുകളിൽ നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ ഒക്കെ എന്ത് ഭംഗിയായിട്ടാണ് ഈ പ്രണയം കണ്ണുകളിലൊക്കെ കാണിക്കുന്നതെന്നൊക്കെ. അത് ഉള്ളിലുള്ളതുകൊണ്ടാണ് കാണിക്കുന്നത്. അത് ഒരു പെർട്ടിക്കുലർ വ്യക്തിയോട് ഉണ്ടാവണമെന്നില്ല. ആ ആ ഒരു ഇമോഷൻ അത് ഒരാളെടുത്ത് കാണിച്ചാൽ മാത്രമാണ് അതൊരു സംഭവം എന്നൊന്നുമില്ല. ഓക്കെ. പ്രണയം അപ്പൊ ഈ നമുക്ക് ഹസ്ബൻഡിനോടുള്ള പ്രണയമല്ല കണ്ണിൽ പ്രതിഫലിക്കുന്നത്. ഹസ്ബൻഡിനോടുള്ള പ്രണയമാകാം, നമുക്ക് തന്നെ തോന്നുന്ന സെൽഫ് പ്രണയമാകാം. സെൽഫ് ലവ്. പിന്നെ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ റീൽ ചെയ്യുമ്പോൾ എനിക്കൊരു പെർട്ടിക്കുലർ ഒരു വ്യക്തിയോട് കാണിക്കുന്ന ഒരു പ്രണയമല്ല ഞാൻ കാണിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഞാൻ പ്രണയത്തിൻ്റെ ഒരു സംഭവം കാണിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ സ്വയം വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ അത് അപ്പം എന്നിട്ട് ഞാൻ നോക്കുമ്പം എനിക്ക് തന്നെ തോന്നാറുണ്ട്, കൊള്ളാം, കുഴപ്പമില്ല, കുറച്ചും കൂടെ നാണം വരാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇത് അങ്ങനെയൊക്കെ ആകാം അല്ലേ, അങ്ങനെ തോന്നുന്നു. അല്ലാതെ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വ്യക്തിയോട് പ്രണയം തോന്നിയിട്ട് നമ്മൾ അഭിനയിക്കുന്നതോ ഇല്ലെങ്കിൽ റീൽസ് ചെയ്യുന്നതോ അങ്ങനെയൊന്നും അല്ല. ഇപ്പോഴാണല്ലോ കുറച്ചുകൂടി ഈ പ്രണയത്തിനൊക്കെ ടോക്സിക് പ്രണയം, പോസിറ്റീവ് ആയിട്ടുള്ള പ്രണയം, ഓപ്പൺ റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ വന്നു തുടങ്ങിയത്. സോനനായരുടെ ഒരു പ്രൈമിൽ സോനനായർ പ്രണയിച്ചുകൊണ്ടിരുന്ന യൗവനകാലത്ത്, അങ്ങനെ ഒരു കാലം ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നത്. ആ കാലഘട്ടത്ത് സ്വയം ഒരു പ്രണയിനി എന്നുള്ള രീതിയിൽ പോസിറ്റീവ് ആയിരുന്നോ, ടോക്സിക് ആയിരുന്നോ, എങ്ങനെയാ സ്വയം ജഡ്ജ് ചെയ്യുന്നത്? ഞാൻ പൊസസീവ് ആയിരുന്നു, ടോക്സിക് അല്ലായിരുന്നു. ഒരു പൊസസീവ് നേച്ചറായിരുന്നു. എൻ്റെ പ്രണയാത്മാവ് വേറൊരാൾ കടമെടുക്കുന്നതിനോട് അതാണല്ലോ പൊസസീവ്നെസ് എന്ന് പറയുന്നത്. അത് ഹെവി ആയിരുന്നില്ല, ഫ്രീഡം ഉള്ള ഒരു പൊസസീവ്നെസ് ആയിരുന്നു. പിന്നെ എന്താ പറയുക, അത് ഓട്ടോമാറ്റിക്കലി എല്ലാ പ്രണയാത്മാക്കൾക്കും വരുന്ന സംഭവമാണ്. ആ ഒരു ടൈറ്റ് മീൻസ് ലൈക്ക് ഒരു ഹെവി പൊസസീവ്നെസ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത്തരം ഒരു പൊസസീവ്നെസ് ഒക്കെ ഉണ്ടെങ്കിലാണ് ആ പ്രണയത്തിനൊരു സുഖം. എത്രമാത്രം അഡ്വഞ്ചേഴ്സ് ആയിരുന്നു? അതായത് ഇപ്പം ഞാൻ നവ്യ നായരോട് സംസാരിക്കായിരുന്നു. ഇപ്പൊ നവ്യ നായർക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ചെയ്തത്, അതായത് പ്രണയിക്കുന്ന ആൾ ചെയ്തത്, നവ്യ നായരുടെ ഒരു ബർത്ത്ഡേ, 21ാമത്തെ ബർത്ത്ഡേ ആണ് എനിക്ക്. 21 ഡ്രസ്സ്, 21 ഷൂ, 21 അപ്പൊ അങ്ങനെയാണ് ആ പ്രണയം പ്രകടിപ്പിച്ചത്. സോന നായർ ആസ് എ പ്രണയിനി എത്രമാത്രം അങ്ങനെ ആയിരുന്നു? എനിക്ക് അങ്ങനെ ആരും 21, 41 ഒന്നും തന്നിട്ടില്ല. അല്ല, അങ്ങോട്ട് ഞാൻ പ്രണയിച്ചു, ഒരു വ്യക്തിയെ പ്രണയിച്ചു, അദ്ദേഹത്തെ കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞതിന് ശേഷം സോ കോൾഡ് പ്രണയം ഉണ്ടായിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല. അതാണ് വാസ്തവം. കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്രണയത്തിനേക്കാൾ ഉപരി ഒരു ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള ഒരു കമ്പാനിയൻ, ഒരു സ്നേഹം, ഒരു ഭയങ്കര ഓവർ ആത്മാർത്ഥത, അതൊക്കെയാണ് ആ റിലേഷൻഷിപ്പിൽ വരുന്നത്. പ്രണയമൊക്കെ ഒരു ആദ്യഘട്ടത്തിലൊക്കെ വന്നു പോയി അതങ്ങ് കഴിയും. പ്രണയ സങ്കല്പങ്ങൾ എല്ലാവർക്കും ഓരോരോ ഡിഫറെൻറ്റ് സങ്കല്പങ്ങളാണ്. അത് ഇപ്പം നമുക്കതും ഈ ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ ഇല്ല. ഒരാൾ എങ്ങനെ പ്രണയിക്കുന്നു, ആ ആൾ ഇങ്ങനെയേ എന്നെ പ്രണയിക്കാവുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതൊരു ഇമോഷണൽ ഫീലാണത്. അപ്പം അത്തരം ഇമോഷണൽ ബോണ്ട് നമുക്ക് പിന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി, ഒരു ഭാര്യ ഭർത്താവ് ആകുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു അഗാധമായ സ്നേഹം, അതിൽ കൂടെ ഉണ്ടാകുന്ന ഒരു പ്രണയത്തിൽ കൂടെ ഉണ്ടാകുന്ന ഒരു സ്നേഹം, അതൊക്കെയാണ് കൂടുതൽ ഉണ്ടാവുക. പ്രണയിനികളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഭാര്യ ഭർത്താവ് അങ്ങനെ ഒരു ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത്. അതിനകത്ത് പ്രണയമുണ്ടാകാം, സ്നേഹം ഉണ്ടാവാം, എല്ലാതരം ഇമോഷൻസും ഉണ്ടാകാം, വഴക്കുകൾ മാക്സിമം ഉണ്ടാകാം, എത്രയോ അതൊക്കെയാണ് നടക്കുന്നത്. ഞാൻ IFFK ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റുകൾ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അത് 17 തൊട്ടിട്ട് 15 തൊട്ടിട്ട് അങ്ങോട്ട് കണ്ടിന്യൂസ്ലി അങ്ങനെ IFFKയുടെ പോസ്റ്റുകൾ കാണും. ഈ IFFK ദിനങ്ങൾ എന്താ പഠിപ്പിച്ചത്? IFFK പഠിപ്പിച്ചത് ഒരു റീയൂണിയൻ എന്ന് പറയാം. ഒരുപാട് സിനിമകളുടെ എന്താ പറയുക, സിനിമ ലെജൻസിൻ്റെ ഒരു കാഴ്ച എന്ന് പറയാം, സൗഹൃദങ്ങളുടെ തിരിച്ചുവരവെന്ന് പറയാം. ഒരുപാട് പല സിനിമാറ്റിക് ഇതിൽ തന്നെ ഒരുപാട് അറിവുകൾ സമ്പാദിക്കാനുള്ള ഒരു ദിനങ്ങളെന്ന് പറയാം. സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും അനുഭവ്യമാകുന്ന കുറേ ദിനങ്ങളാണ് IFFK.
ഈ കൈരളി തിയേറ്ററിന്റെ പടവുകൾ IFFK വേദികളായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ തൊട്ടിട്ടുണ്ടോ IFFK ആക്റ്റീവായിട്ട്, അതോ ടാഗോർ തിയേറ്ററിലേക്ക് മാറിയപ്പോ തൊട്ടാണോ? കൈരളിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴേ വെരി ബിഗിനിങ് ഉണ്ടായിരുന്നു. IFFK ഇവിടെ ട്രിവാൻഡ്രത്ത് തുടങ്ങി. ട്രിവാൻഡ്രത്താണ് അതിന്റെ ഒരു ആസ്ഥാനം. അപ്പം ലൈക്ക് തുടങ്ങുമ്പോഴേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു മുന്നേ ഒക്കെ നമ്മുടെ ഈ ഇൻഡസ്ട്രിക്കകത്ത് ഉണ്ടല്ലോ. അപ്പം അതൊരു ഭയങ്കര ഒരു എന്താ സിനിമാ മേഖല മൊത്തത്തിൽ ഏറ്റെടുത്ത ഒരു സംഭവമാണല്ലോ അത്. അപ്പം അത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്താവുമ്പോൾ തിരുവനന്തപുരം സ്വദേശത്തിലുള്ള ആൾക്കാരെല്ലാവരും കൂടുന്ന, ഇല്ലെങ്കിൽ എന്താ പറയുക, ഔട്ട് ഓഫ് ട്രിവാൻഡ്രത്താണെന്നുണ്ടെങ്കിലും ഔട്ട് ഓഫ് കേരളയിൽ നിന്നും ആൾക്കാർ ലീവൊക്കെ എടുത്ത് ഇവിടെ തങ്ങി താമസിച്ച് ചെയ്യുന്ന, കാണുന്ന, ഇല്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു മഹാസംഭവം, ഒരു സംഗമമാണത്. അങ്ങനെ അതിന് അങ്ങനെ പറയാം, ഒരു മഹാസംഗമം. ഈ IFFK മറ്റേ കൈരളി തിയേറ്റർ ആകുമ്പോൾ കൈരളി തിയേറ്ററിന്റെ പടവുകളിൽ ഇരുന്നിട്ടുള്ള പ്രതിഷേധങ്ങൾ, അവിടെ ഇരുന്നുള്ള സിനിമ കാണലുകൾ, അതിന്റെയൊക്കെ ഭാഗമായിട്ടുണ്ടോ? പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ട് പ്രതിഷേധം നടക്കുമ്പോൾ ഒരുപാട് കാഴ്ചക്കാരിയായിട്ടൊക്കെ ഉണ്ടാവും. നല്ല രസമാണ്. നമ്മൾ ആ പ്രതിഷേധിക്കുന്ന ഇത് നമുക്കും പ്രതിഷേധാത്മകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്കും തോന്നുക. പക്ഷെ അത് ഭയങ്കര നമ്മൾ ഒരു ആർട്ടിസ്റ്റിക് ഇതിൽ നിൽക്കുന്നത് കൊണ്ട് അത്തരം ഒരു എന്താ തുറന്ന ഒരു പ്രതിഷേധത്തിന് ഞാനൊന്നും വഴി ഒരുങ്ങിയില്ല. അതാണ് കാരണം. ബാലൻസ് സൈഡിൽ നിന്നോ ബാക്കിൽ നിന്നോ ഒക്കെ കണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചിരുന്നത് അവർ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ചില പ്രതിഷേധങ്ങൾ ഭയങ്കര ഷോ ഓഫ് പ്രതിഷേധങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട്. അത് വളരെ വിഡ്ഢിത്തരമായിട്ടുള്ള ചില കാര്യങ്ങൾ കാണുമ്പം ഇത്രയും വിഡ്ഢികളായിരുന്നല്ലോ എന്നും തോന്നിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറച്ചും കൂടെ ഈ നല്ല ഉൾക്കാഴ്ചയുള്ള ആൾക്കാരായിരിക്കും കൂടുതലും വരിക സിനിമ മേഖലയിൽ. നല്ല ഔട്ട് ഓഫ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ, ഇത് പറഞ്ഞ ആസ്വാദകർ, സിനിമ ആസ്വാദകരൊക്കെ കുറേ കൂടെ ഭയങ്കര നോളജബിൾ ആയിട്ടുള്ള സിനിമയുടെ ഒരു A to Z കലക്കി കുടിച്ച ആൾക്കാരൊക്കെ തന്നെയായിരിക്കും വരിക. അപ്പം അവരുടെ ഓരോ പ്രതിഷേധത്തിനല്ല, അവരുടെ ഓരോ നിർദ്ദേശങ്ങൾക്കും ഒക്കെ ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരുപാട് കലാസ്വാദകരുണ്ട്. അതിവരെയൊക്കെ കണ്ടിട്ട് നമ്മളും ശരിക്കും ഞാനും ഞെട്ടിയിട്ടുണ്ട്. ഇവരൊക്കെ എന്തുകൊണ്ട് സിനിമയിലേക്ക്, അല്ലെങ്കിൽ ഭാവിയിലൊരു സിനിമയുടെ ആകാൻ ഇതുള്ള വ്യക്തികളായിരിക്കാം, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഫാഷൻ ലോകത്തിൽ കുറെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ, ലുങ്കി എടുത്ത് ഡെനിം ഷർട്ട് ഇട്ടിട്ട് ഒക്കെ നടക്കുന്നതൊക്കെ. അത് കാണുമ്പോൾ എന്താ തോന്നാറ്? എന്താ പറയാ, ആസ്വദിക്കും. ഇങ്ങനെ എന്താ ഒരു വൈകൃതങ്ങളായിട്ടുള്ള അത്തരം ഒരു ഇടപാടിനോട് ആസ്വാദനമൊന്നും, പ്രോത്സാഹനം പൊതുവെ അങ്ങനെ ഒരു പ്രോത്സാഹനമൊന്നുമില്ല. അങ്ങനെ കാണുക എന്നുള്ളതാണ്. അപ്പം അത്തരം സംഭവങ്ങളേ ഉള്ളൂ. കാണുക, കണ്ട് ആസ്വദിക്കുക. പിന്നെ ചിലവരൊക്കെ ഇങ്ങനെ ഒരു വിഡ്ഢിവേഷങ്ങൾ കെട്ടി നടക്കുമ്പോൾ എന്തിനായിരുന്നു, ഇല്ലെങ്കിൽ എന്തിനാ ഇത്, ആർക്ക് വേണ്ടിയിട്ടാ എന്നൊക്കെ ഉള്ളത്. ഇത് ശരിക്കും IFFK എന്ന് പറയുമ്പോൾ ശരിക്കും സിനിമയുടെ പ്രദർശനങ്ങളും അതിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും, ഇല്ലെങ്കിൽ അവർ ആ സിനിമ ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് സംവദിക്കാനുള്ള ഒരു ഏരിയ ആണത് ആക്ച്വലി. അവിടെ നിന്നുകൊണ്ട് സിനിമകൾ കാണാതെ സിനിമയുടെ ആ ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു ഏരിയയിൽ ഇത്തരം കോമാളിത്തരം കാണിക്കുമ്പോൾ എപ്പോഴും അവരവിടെ കാണാറുണ്ട്, ഹാളിൽ കാണാറില്ല, തിയേറ്ററിൻ്റെ. അപ്പം സിനിമയ്ക്കാണോ വന്നതെന്നുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് അങ്ങനെ നമുക്കത് ഇത് കാണാനും ആസ്വദിക്കാനും ആൾക്കാരല്ലാതെ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അതിനൊരു വേദി ഒരുക്കുന്നുണ്ട് ഗവൺമെൻറ്, അങ്ങനെ ഒരു വേദി ഒരുക്കുന്നത്, അക്കാഡമി അങ്ങനെ ഒരു വേദി ഒരുക്കുന്നത് നല്ലതാണ്. ആൾക്കാർ പ്രതിവർഷം ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാസംഗമമാണത്.